പ്രശസ്ത എഴുത്തുകാരനും ശാസ്ത്ര ഗവേഷകനുമായ ഡോക്ടർ എതിരൻ കതിരവൻ്റെ മലയാളിയുടെ ജനിതകം എന്ന പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ പുസ്തകത്തിൽ അദ്ദേഹം 3 വ്യത്യസ്തമായിട്ടുള്ള ശാസ്ത്ര പ്രബന്ധങ്ങൾ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് സ്ഥിതി ചെയ്യുന്ന സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിലെ ഗവേഷകനായ ഡോക്ടർ ബാനർജിയും അദ്ദേഹത്തിൻ്റെ സഹഗവേഷകരും ചേർന്നിട്ടാണ് ഈ പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി വംശവൃക്ഷ ഗ്രാഫുകളും ടേബിളുകളും വളരെ ക്ലിയർ ആയിട്ട് തന്നെ അദ്ദേഹം ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ പുസ്തകം വായിക്കാൻ താല്പര്യമുള്ളവർക്ക് പുസ്തകത്തിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, പരിശോധിക്കുക. ഇതിലെ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുൻപ് DNA-യെക്കുറിച്ച് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. എങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ DNA ഉണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ DNA-യിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നമ്മുടെ പൂർവികരുടെ ചരിത്രം പോലും വ്യക്തമായിട്ട് കോറി വച്ചിട്ടുണ്ട്. ആ കോറി വച്ചിരിക്കുന്നത് HLA ജീനുകളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആൻറ്റിജൻ എന്ന ജീനിൻ്റെ അടിസ്ഥാനത്തിലാണ്. HLA എന്ന് പറയുന്നത് ഒരൊറ്റ ജീൻ മാത്രമല്ല, അത് അനേകം ജീനുകളുടെ കോമ്പിനേഷനാണ്. വ്യത്യസ്തമായിട്ടുള്ള ഓരോ മനുഷ്യരെ എടുത്താലും അവരുടെ എല്ലാം ഉള്ളിൽ HLA-യുടെ വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മളൊരു പെർട്ടിക്കുലർ എത്നിക് ഗ്രൂപ്പ് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ആ എത്നിക് ഗ്രൂപ്പിലുള്ള ആളുകൾക്കെല്ലാം ഒരു പ്രത്യേക HLA ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. ഉദാഹരണത്തിന് വെസ്റ്റേൺ ആഫ്രിക്കയിലുള്ള ആളുകളിൽ നമുക്ക് HLA B53 കാണാൻ സാധിക്കും. അതേസമയം യൂറോപ്പിലുള്ള ആളുകൾ കാണാൻ കഴിയുന്നത് HLA A2 ആണ്. ചുരുക്കത്തിൽ ഒരു എത്നിക് ഗ്രൂപ്പിൽ HLA-യുടെ ഒരു പ്രത്യേക കോമ്പിനേഷൻ ഉണ്ടായിരിക്കും. ആ പ്രത്യേക കോമ്പിനേഷനെയാണ് നമ്മൾ ഹാപ്ലോ ടൈപ്പ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഗവേഷണ ഫലങ്ങളിലൂടെ ഒന്ന് പോകാം. അതിനുശേഷം അല്പം ചരിത്രം കൂടെ ചേർത്തിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ ഒരുപാട് ടേബിളുകൾ കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ടേബിളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് HLA A അലീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേബിളാണ്. നായന്മാരിൽ HLA A അലീൽസിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വേർഷൻസ് നമുക്ക് കാണാം. ഇത്രയധികം വേർഷൻസ് മറ്റ് ഒരു ജാതിയിലോ മതത്തിലോ ഗോത്രത്തിലോ നമുക്ക് കാണാൻ സാധിക്കില്ല. കേരള പോപ്പുലേഷനിലേക്ക് HLA A അലീലുകൾ സ്പ്രെഡ് ചെയ്യിച്ചത് നായന്മാരാണെന്ന് ഇതിലൂടെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. HLA A അലീൽസിൽ വെച്ച് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ടുള്ളത് A24 ആണ്. പുലയന്മാരിലും നായന്മാരിലും സിറിയൻ ക്രിസ്ത്യൻസിലും നമ്പൂതിരിമാരിലുമൊക്കെ ഇത് ഏകദേശം ഒരേ ഫ്രീക്വൻസിയിൽ തന്നെയാണുള്ളത്. പക്ഷേ ഈഴവരിലും മുസ്ലിംസിലും ഇത് കുറഞ്ഞ ഫ്രീക്വൻസിയിൽ കാണപ്പെടുന്നു. ഇത് HLA B അലീൽസിൻ്റെ ടേബിളാണ്. ഇവിടെ നമുക്ക് B07 എന്ന ഒരു അലീൽ കാണാം. ആ അലീൽ ഏറ്റവും കുറവുള്ളത് ഈഴവരിലാണ്. പക്ഷേ ഇത് നമ്പൂതിരിമാരിലും മുസ്ലിംസിലും നായന്മാരിലും പുലയരിലും ഏകദേശം ഒരേ അളവിൽ കാണാൻ കഴിയും. നമ്പൂതിരിമാരിലും പുലയരിലും ഇത് ഏകദേശം തുല്യമാണ്. B14 നമുക്ക് സിറിയൻ ക്രിസ്ത്യൻസിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ B38 നമുക്ക് ഈഴവരിൽ മാത്രമേ കാണാൻ സാധിക്കൂ. HLA C അലീലായ C01 അത് ഏറ്റവും കൂടുതലുള്ളത് പുലയരിലാണ്. എന്നാൽ ഈഴവരിൽ അത് ഒട്ടും തന്നെ ഇല്ല. ബാക്കിയുള്ള ആളുകളിലൊക്കെ ഏകദേശം സമാനമായിട്ടുള്ള അളവിൽ C01 ഉണ്ട്. ഒരു ഹാപ്ലോ ടൈപ്പിൻ്റെ ഫ്രീക്വൻസിയേക്കാൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഇരട്ട ഹാപ്ലോ ടൈപ്പുകളുടെ അല്ലെങ്കിൽ ഒന്നിലധികം വരുന്ന ഹാപ്ലോ ടൈപ്പുകളുടെ ഫ്രീക്വൻസിക്കാണ്. കാരണം അത് കൂടുതൽ ബന്ധുത്വത്തെ സൂചിപ്പിക്കുന്നു. B35ൻ്റെയും C04ൻ്റെയും കോമ്പിനേഷൻ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയിലുള്ളത് കാട്ടുനായ്ക്കരിലാണ്. അവരുടെ ഫ്രീക്വൻസി 0.235 ആണ്. നായന്മാരിലും സിറിയൻ ക്രിസ്ത്യൻസിലും ഈഴവരിലും മുസ്ലിംസിലും നമ്പൂതിരിമാരിലും ഇത് കുറഞ്ഞ അളവിലുണ്ട്. എന്നാൽ പുലയറിൽ ഇത് ഒട്ടും തന്നെ ഇല്ല. B7ഉം A24ഉം ഏറ്റവും കൂടിയ അളവിലുള്ളത് കുറിച്യരിലും നമ്പൂതിരിമാരിലുമാണ്. ഇത്തരത്തിൽ മലയാളികളുടെ 48 ഹാപ്ലോ ടൈപ്പുകളിലാണ് പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. മലയാളികൾ നടത്തിയിട്ടുള്ള ഈ പഠനവും വേൾഡ് പോപ്പുലേഷൻ്റെ പഠനവും ചേർത്ത് വയ്ക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്ക് ഒരു അനാലിസിസ് നടത്താനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ളൊരു അനാലിസിസും അവർ ഈ ശാസ്ത്ര പ്രബന്ധത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മൊത്തം മലയാളികളെ 2 ക്ലസ്റ്റേഴ്സായിട്ട് വേർതിരിക്കുന്നത്. ഒന്ന് ഗോത്രവർഗമാണ്, മറ്റൊന്ന് ജാതി മതക്കാരാണ്. പക്ഷേ കൃത്യമായിട്ട് ഗോത്രവർഗ ക്ലസ്റ്ററിൽ പെടാതെ ജാതിമത ക്ലസ്റ്ററിൽ പെടാതെ അല്പം വേറിട്ട് നിൽക്കുന്ന ഒരു ഗോത്രമാണ് കുറിച്യർ. കേരളത്തിലെ യഥാർത്ഥ ദ്രവീഡിയൻ അത് ഗോത്രകുലത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ്. കാരണം അവരുടെ ജീൻ പൂൾ അത് ദ്രവീഡിയൻ ജീൻ പൂൾ തന്നെയാണ്. അതിൽ കാര്യമായിട്ടുള്ള കലർപ്പുകൾ സംഭവിച്ചിട്ടില്ല. എന്നാൽ ജാതിമത വിഭാഗങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഇൻഡോ യൂറോപ്യൻ ജീൻ പൂളിൻ്റെയും
അതുപോലെ സെൻട്രൽ ഏഷ്യയുടെ ജീൻ പൂളിൻ്റെയും സാന്നിധ്യമുണ്ട്. അതിനു പുറമെ ഓരോ മതവിഭാഗങ്ങളിലും അല്ലെങ്കിൽ ഓരോ ജാതി വിഭാഗങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള വേറെ ജീൻ പൂളുകളും നമുക്ക് കാണാൻ സാധിക്കും. സിറിയൻ ക്രിസ്ത്യൻസ്, മലബാറിലെ മുസ്ലിംസ്, ഇവരിൽ നമുക്ക് അധികമായിട്ട് കാണാൻ സാധിക്കുന്ന ജീൻ പൂൾ അത് മെഡിറ്ററേനിയൻ ജീൻ പൂളാണ്. ഇറ്റലി, ഗ്രീസ്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ നമുക്ക് സമാനമായിട്ടുള്ള ജീൻ പൂൾ കാണാൻ സാധിക്കും. അതേസമയം നായർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരിൽ അടങ്ങിയിരിക്കുന്ന അധികമായിട്ടുള്ള ജീൻ പൂൾ അത് വെസ്റ്റേൺ യൂറോപ്യൻ ജീൻ പൂളാണ്. ഈഴവരിലും നമ്പൂതിരിമാരിലും യൂറോപ്യൻ ജീൻ പൂളും സെൻട്രൽ ഏഷ്യൻ ജീൻ പൂളും അടങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് ഈ പുസ്തകത്തിൽ തന്നെ പരാമർശിച്ചിരിക്കുന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കൺക്ലൂഷനിലേക്ക് വരാം. കേരളത്തിൽ ആദ്യകാലങ്ങളിൽ എത്തിച്ചേർന്ന മനുഷ്യർ അത് ദ്രവീഡിയൻസ് ആയിരുന്നു. അവരെവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധു നദിയുടെ തടങ്ങളിൽ നിന്നാണ്. സിന്ധു നദീതട സംസ്കാരം ഇവരുടെ സംസ്കാരമായിരുന്നു. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അവർ അവിടെ നിന്നും പലായനം ചെയ്ത് മറ്റ് പല ഭാഗങ്ങളിലേക്കും ചേക്കേറി. അക്കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണ് അല്ലെങ്കിൽ ഒരു വിഭാഗം ഗോത്രവർഗ്ഗക്കാരാണ് നമ്മുടെ കേരളത്തിലും എത്തിച്ചേരുന്നത്. സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് മുമ്പൊരു വീഡിയോ നമ്മുടെ ഹിസ്റ്ററി ചാനലിൽ ചെയ്തിരുന്നു. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പല മേഖലകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആളുകളുടെ കുടിയേറ്റങ്ങൾ കേരളത്തിലുണ്ടായി. കേരളത്തിൽ ഇന്ന് കാണാൻ സാധിക്കുന്ന ഗോത്രവർഗ്ഗക്കാരും പുലയരുമൊക്കെ കേരളത്തിൽ ആദ്യമായി എത്തിച്ചേർന്ന മനുഷ്യരാണ്. ഇക്കൂട്ടത്തിൽ പുലയരാണ് ഏറ്റവും കൂടുതൽ ഉന്നതി കൈവരിച്ചത്. അവർ സാമൂഹികമായിട്ട് ഇടപഴകാൻ വളരെ മിടുക്കുള്ള ആളുകളായിരുന്നു. നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ കഴിവുണ്ടായിരുന്ന ആളുകളായിരുന്നു. അതായത് വേട്ടയാടി ജീവിക്കുന്നതിനും അപ്പുറമായി കൃഷി ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്ന ആളുകളാണ് പുലയർ. അതേസമയം കുറിച്യർ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവർ അല്പം ഓർത്തഡോക്സ് ആയിരുന്നു. അവർക്ക് അസ്ത്രവിദ്യ ഉണ്ടായിരുന്നു. വളരെ വിദഗ്ധമായിട്ട് തന്നെ അസ്ത്രങ്ങൾ ഉപയോഗിച്ച് എതിരാളികളെ പരാജയപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. നായന്മാർ ഇന്നത്തെ നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന നേഴ്വാർ താഴ്വര മേഖലകളിൽ നിന്നും കേരളത്തിൽ എത്തിച്ചേർന്നവരാണെന്ന് പറയപ്പെടുന്നു. അവരുടെ DNA സാധൂകരിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. ഈഴവരുടെ കാര്യമാണ് അല്പം കോംപ്ലിക്കേറ്റഡ്. ഇവരുടെ DNAയിൽ ഏറ്റവും കൂടുതൽ മംഗോളിയൻസിൻ്റെ DNAയുടെ സാന്നിധ്യമുണ്ട്. മംഗോളിയൻസ് പിന്നീട് ബുദ്ധമത പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് ശ്രീലങ്കയിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ചേരുകയുമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കാൻ സാധിക്കാത്ത ഒരു ചരിത്രമാണ്. ഞാൻ എൻ്റെ ഹിസ്റ്ററി ചാനൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ ഈഴവരുടെ ഈ പറയപ്പെടുന്ന മൈഗ്രേഷൻ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഞാൻ അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു പുസ്തകമാണ്. ആ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ആ റെഫറൻസ് ഞാൻ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈഴവരുടെ ഈ മൈഗ്രേഷനിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ പരിശോധിച്ച് നോക്കുക. കേരളത്തിലെ ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന നമ്പൂതിരിമാർ കർണാടകയിൽ നിന്നാണ് കേരളത്തിൽ എത്തിച്ചേരുന്നത്. കടൽ മാർഗത്തിലൂടെയാണ് അവർ ആദ്യം കണ്ണൂർ, കാസർഗോഡ് മേഖലകളിലായിട്ട് ആദ്യം എത്തിച്ചേരുന്നത്. ഇതിനെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഹിസ്റ്ററി ചാനൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. കേരളത്തിൽ ദ്രാവിഡന്മാർ എത്തിച്ചേർന്നതിന് ശേഷം കുറേയധികം വർഷങ്ങൾ കൂടി കഴിഞ്ഞ് പല ഘട്ടങ്ങളിലായി കുറേയധികം ഗ്രൂപ്പുകൾ കേരളത്തിൽ എത്തിച്ചേർന്നു. ഇങ്ങനെ എത്തിച്ചേർന്ന ഗ്രൂപ്പുകൾക്ക് വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇടപഴകാനും സാധിച്ചിരുന്നത് പുലയരുമായിട്ടാണ്. കാരണം പുലയ സമൂഹം ആ കാലഘട്ടത്തിൽ വലിയ കാടൻ മേഖലകളിലോ അല്ലെങ്കിൽ മലമ്പ്രദേശങ്ങളിലോ ഒന്നുമായിരുന്നില്ല താമസിച്ചിരുന്നത്. കാരണം അവരുടെ പ്രധാനപ്പെട്ട ഒരു വരുമാനം അല്ലെങ്കിൽ ജീവിത മാർഗമെന്ന് പറയുന്നത് വേട്ടയ്ക്കും ഉപരിയായി കൃഷിയായിരുന്നു. അങ്ങനെ കൃഷി ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രദേശങ്ങളിലാണ് ഇവർ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് എത്തിച്ചേർന്ന ആളുകൾക്ക് ഇവരുമായിട്ട് പെട്ടെന്ന് സംസർഗത്തിൽ ഏർപ്പെടാൻ സാധ്യമായിരുന്നു. അതേസമയം ഗോത്ര വിഭാഗത്തിലുള്ള ആളുകൾ അവരുടെ കൈകൾ വലിയ രീതിയിലുള്ള അമ്പും കുന്തവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കാത്ത മലമടക്കുകളിലായിരുന്നു അവരുടെ താമസം. മലയാളികളുടെ ജനിതകത്തിൻ്റെ ബേസ് അല്ലെങ്കിൽ നട്ടെൽ എന്ന് പറയുന്നത് പുലയരാണ്. കാരണം പുലയരെ നമുക്ക് എല്ലാ ഗോത്ര വിഭാഗത്തിലും അതുപോലെ എല്ലാ ജാതിമത വിഭാഗങ്ങളിലുമൊക്കെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അവരുടെ DNA സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ആദ്യമായിട്ട് കേരളത്തിൽ എത്തിച്ചേരുന്ന കാലഘട്ടങ്ങളിൽ മറ്റ് ഗോത്ര വിഭാഗവുമായിട്ട് ഇവർ ഇടപഴകിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയായിരിക്കണം ആദ്യഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിൽ DNA ഷെയറിംഗ് ഉണ്ടായത്. പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് ഇവിടെ കുടിയേറിയിട്ടുള്ള ആളുകളുമായിട്ടുള്ള സംസർഗം കാരണവും DNA ഷെയറിംഗ് ഉണ്ടായിട്ടുണ്ട്. അതായത് എല്ലാ വിഭാഗങ്ങളിലും നമുക്ക് പുലയരുടെ DNA കാണാൻ സാധിക്കും. ഈ പുസ്തകത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന വംശവൃക്ഷത്തിൻ്റെ ചിത്രമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ ചിത്രത്തിലൂടെ നായർ, ഈഴവ, നമ്പൂതിരി സമുദായങ്ങൾക്ക് വളരെയധികം അടുത്ത ബന്ധമുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനു പുറമെ
സിറിയൻ ക്രിസ്ത്യൻസിനും അതുപോലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കും വളരെ അടുത്ത ബന്ധമുണ്ട്. DNA പരമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. എന്നാൽ എല്ലാത്തിൻ്റെയും മധ്യഭാഗത്ത് വരുന്നത് പുലയരാണ്. പുലയരിൽ നിന്നും താഴ്ഭാഗത്തേക്ക് പോകുന്നതെല്ലാം ഗോത്ര വിഭാഗമാണ്. എന്നാൽ മുകൾ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മുസ്ലിംസ്, സിറിയൻ ക്രിസ്ത്യൻസ്, അവിടെ കുറിച്യരും വരുന്നുണ്ട്. കുറിച്യർക്ക് സിറിയൻ ക്രിസ്ത്യൻസുമായിട്ടും മുസ്ലിംസായിട്ടും വലിയ രീതിയിലുള്ള വ്യത്യാസമൊന്നുമില്ല, നല്ല സാമ്യതകളുണ്ടെന്ന് പറയേണ്ടി വരും. അതുകൂടാതെ ഈ നായർ, ഈഴവ, നമ്പൂതിരി ബ്രാഞ്ചുകളുമൊക്കെ ഉത്തരഭാഗത്തായിട്ട് അല്ലെങ്കിൽ മുകൾ ഭാഗത്തായിട്ട് വരച്ചിരിക്കുന്ന വൃക്ഷത്തിൻ്റെ ഭാഗമാണ്. ജനിതക പഠനത്തിലൂടെ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും വളരെയധികം പൂർവികരുടെ ചരിത്രം പോലും മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മുടെ അമ്മമാരുടെ ചരിത്രം, അതായത് നമ്മുടെ ആദ്യകാലത്തുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അമ്മമാരുടെ ചരിത്രം DNA അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നമ്മുടെ പിതാക്കന്മാരുടെ ചരിത്രവും അടങ്ങിയിട്ടുണ്ട്. ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുൻപ് അണ്ഡത്തിൻ്റെ രൂപത്തിലായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ മൈറ്റോകോൺഡ്രിയൽ DNA അതിൽ അടക്കം ചെയ്തിട്ടുണ്ട്. ആ മൈറ്റോകോൺഡ്രിയൽ DNA നമ്മുടെ കുട്ടികളിലും ഉണ്ടായിരിക്കുന്നതാണ്. Y ക്രോമസോമാണ് പിതാവിൽ നിന്നും കുട്ടികൾക്ക് ലഭ്യമാകുന്നത്. എല്ലാ കുട്ടികൾക്കും Y ക്രോമസോം DNA ലഭ്യമാകത്തില്ല. ആൺകുട്ടികൾക്കാണ് Y ക്രോമസോം DNA ലഭ്യമാകുന്നത്. ഇങ്ങനെ Y ക്രോമസോം DNAയുടെ അടിസ്ഥാനത്തിലും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നമ്മുടെ പിതാക്കന്മാരുടെ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാകുന്നതാണ്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലുള്ള എല്ലാ ആളുകളുടെയും മൈറ്റോകോൺഡ്രിയൽ DNAയിൽ ഒരേ പാറ്റേണാണ് ഉള്ളത്. എന്നാൽ Y ക്രോമസോമിൽ വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ആ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, എല്ലാ മലയാളികളുടെയും പൂർവികരിൽ അവരുടെ മുതുമുത്തശ്ശിമാരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു പുലയ സ്ത്രീയെങ്കിലും ഉണ്ടായിരിക്കും. ചുരുക്കത്തിൽ ഇൻഡസ് വാലി സിവിലൈസേഷന് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ പല കാലഘട്ടങ്ങളിലായി എത്തിച്ചേർന്ന മനുഷ്യരുടെ വിഭാഗങ്ങൾ, ആ മനുഷ്യരുടെ വിഭാഗങ്ങളിലെ ആണുങ്ങൾ കേരളത്തിലുണ്ടായിരുന്ന പുലയ സ്ത്രീകളുമായിട്ട് ചേർന്നുണ്ടായിട്ടുള്ള കുട്ടികളാണ് കേരളത്തിൽ കാണുന്ന എല്ലാ മലയാളികളും. കേരളത്തിൽ കാണുന്നതെന്നല്ല, ലോകത്തെമ്പാടുമുള്ള മലയാളി എന്ന എത്നിക് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ളവർ. നമ്മുടെ എല്ലാവരുടെയും DNA-യിൽ ആ ഒരു പുലയ സ്ത്രീയുടെ, ആ പുലയ മാതാവിൻ്റെ മൈറ്റോകോൺഡ്രിയൽ DNA അടങ്ങിയിട്ടുണ്ട്. ഒരു മലയാളി മറ്റൊരു മലയാളിയെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ, അല്ലെങ്കിൽ കുറഞ്ഞ ഗോത്രത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മോശം മതത്തിൽപ്പെട്ടിട്ടുള്ള ആളാണെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ ശരിക്കും ആ വ്യക്തി കളിയാക്കുന്നത് ആ വ്യക്തിയുടെ പൂർവികരെ തന്നെയാണ്. കാരണം ആ വ്യക്തിയുടെ പൂർവികരും അയാൾ കളിയാക്കുന്ന വ്യക്തികളുടെ പൂർവികരും എല്ലാവരും ഒന്നായിരുന്നു. പിന്നീട് മനുഷ്യർ തന്നെയാണ് മനുഷ്യർക്കിടയിൽ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെടുത്തത്. ഈ ഒരു ആശയം അത് എല്ലാ മലയാളികളിലും എത്തിച്ചേരേണ്ട ഒരു ആശയമാണ്. പ്രത്യേകിച്ചും കൊച്ചു കുട്ടികൾ എത്തിച്ചേരേണ്ട ഒരു ആശയമാണ്. ഇങ്ങനൊരു ആശയം നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ പ്രചരിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റമായിരിക്കും ഭാവിയിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.